ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ നല്ല തിരക്കിലായിരുന്നു. കാരണം ആ ഒരു മദ്രാസ് ചെക്സ് ഇട്ടേ പിന്നെ നമുക്ക് നിൽക്കാനും സമയമില്ല, ഇരിക്കാനും സമയമില്ല. ഹ്യൂജ് എൻക്വയറിയാണ്. അതായത് നമുക്ക് അത്രയും എൻക്വയറി. ഞാനൊരു 1 മീറ്റർ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് 1ഉം 2ഉം 3ഉം 5ഉം 10 മീറ്റേഴ്സൊക്കെ ചോദിച്ചവരുണ്ട്. അവർക്ക് കിട്ടിയിട്ടുമുണ്ട് കുറേ പേർക്കൊക്കെ. പിന്നെ ഈ 1.10, 1.2 അല്ലെങ്കിൽ കാല് 1.4, 1.25 അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ആ ലിമിറ്റഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാതെ അവസാനം ഒരു കാല് അര മുക്കാലൊക്കെ ആയിട്ട് വേസ്റ്റേജ് വരും. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ അതിന് എന്താ ചെയ്യാൻ പറ്റുക, ഇനി 1 മീറ്റർ 2 മീറ്റർ അങ്ങനത്തെ കട്ടുകൾ മാത്രമാക്കിയിട്ട് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണ്, നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും കുഴപ്പമില്ല നിങ്ങൾക്കാവുമ്പോഴും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് നിങ്ങൾ സഹകരിക്കണം കേട്ടോ. ഇനി പക്ഷേ അത് കിട്ടാനേ ഇല്ല മാർക്കറ്റിൽ, നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിലും അവൈലബിൾ അല്ല. ഇപ്പം ഞാൻ വീണ്ടും ഒരു വേറെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ജെന്യുവിൻ ആയിട്ടുള്ള ഹോൾസെയിലറിനെ. അപ്പം നല്ല മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ എമൗണ്ടിലാണ് നമുക്കത് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം മാർക്കറ്റിലല്ലാതെ അവൈലബിൾ അല്ല. അപ്പോൾ അത് കൊണ്ടുവരാൻ മാക്സിമം നോക്കുക. ഒരുപാട് പേര് കുഞ്ഞുമകൾക്ക് ഫ്രോക്ക് തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനും ഷർട്ട് തയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് വന്നാൽ ഉടനെ നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ ഇന്ന് കാഞ്ചി കോട്ടൺ സാരിയാണ്. ഇതും നമുക്ക് ഹ്യൂജ് എൻക്വയറി ഉള്ള സാരിയാണ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് റേറ്റിലാണ് കാഞ്ചി കോട്ടൺ സാരീസ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു 1500 തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു 1650 ആ ഒരു റേഞ്ചിൽ വരെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മൾട്ടിപ്പിൾ പീസ് അല്ല, സിംഗിൾ പീസായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ അന്ന് റണ്ണിങ് മെറ്റീരിയലിൻ്റെ എൻക്വയറിയുടെ ടൈമിൽ നമ്മൾ ഒറ്റ മൊബൈലിലേക്കാണ് ഈ ഒരു എല്ലാ എൻക്വയറിയും കൂടെ വരുന്നത്. അപ്പോൾ അന്ന് കുറേ പേര് പിണങ്ങി പോയിട്ടുണ്ട്. നമുക്ക് അന്ന് രാത്രി തന്നെ എല്ലാത്തിനും മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടണം എന്നുള്ളത്. അതായത് നമ്മൾ അവൈലബിലിറ്റി പറഞ്ഞ് പ്രൈസും പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കിട്ടില്ല. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് എൻക്വയറി, അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് വരണതിനനുസരിച്ച് ഇത് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ പേര് അതിനൊരു വെറുതെ ചോദിച്ചു പോകുന്നവരുണ്ട്, ജെനുവിനായിട്ട് ചോദിക്കുന്നവരുണ്ട്. ഇതിൽ ആരാ ജെനുവിൻ ആരാ ഫേക്ക് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പർച്ചേസ് ചെയ്യാൻ ജെനുവിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ കുറേ പേര് തലേദിവസം എൻക്വയറി ചെയ്തിട്ട് ഒരു റിപ്ലൈയും തരാണ്ട് പിറ്റേ ദിവസം ഉടനെ വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോഴത്തേനും അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസമൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ഇഷ്യൂസ്, പ്രോപ്പർ റിപ്ലൈ തന്നില്ല, പിന്നെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് പിണങ്ങി പോയിട്ടുണ്ട്. കുറേ പേര് നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് അത്രയും ആ ഒരു മെറ്റീരിയലിനോണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം വരുന്നതെന്നൊക്കെ അറിയാം. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ലിമിറ്റഡ് ആണ്. അത് നമുക്ക് അത്രയും ഇതിൽ നിൽക്കുന്ന മെറ്റീരിയലാണ്, ഇപ്പോൾ അത്രയും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എൻക്വയറി. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം കേട്ടോ. അല്ലാണ്ട് ആർക്കും, നമുക്കെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് സെയിലാവണം എന്ന് തന്നെയല്ലേ ആഗ്രഹം. അതുണ്ടെങ്കിൽ ആർക്കും തരാതിരിക്കില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വിക്കായിട്ടെല്ലാം ചെയ്യുക, എൻക്വയറി ചെയ്യുക. റിപ്ലൈ കിട്ടിയാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക, ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക. അപ്പോഴാണ് ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. പിന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ നമ്മൾ മാക്സിമം നെക്സ്റ്റ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ അതൊരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡെസ്പാച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇത് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ടൈം എടുക്കും. നമ്മളിപ്പം സാരീസും കുർത്തീസും ഒക്കെ മാത്രമല്ലേ ചെയ്തുകൊണ്ടിരിക്കണം. മുന്നേ നമ്മൾ മൊഡാലിൻ്റെ മെറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇനി മൊഡാലിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ജെനുവിൻ ആയിട്ടാണ് നമ്മളെല്ലാം തന്നെ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും.
അതേപോലെ പ്രൈസിങ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൈസിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൈസിങ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാത്തിൻ്റെയും കേട്ടോ. അല്ലാതെ മറ്റാരുടെയും അവിടെ കുറച്ചാണ് ഇന്ന് നമ്മളും കുറച്ച് കൊടുക്കാം, ഇവിടെ കൂടുതലാണ് അപ്പോൾ നമ്മളും കൂട്ടി കൊടുക്കാം, അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജെന്യുവിൻ പ്രൈസിങ് ആണ്. അപ്പോൾ അതെല്ലാം നോക്കി നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പം നമുക്കിനി എന്തായാലും ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും മനസ്സിലാക്കുന്നു വിചാരിക്കണം. ഇത്ര നാളും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ താങ്ക്സ് ഉണ്ട്. അത്രയും ഞാൻ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ പേടിച്ചാണ് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ടാവും ഇതിൻ്റെ റെസ്പോൺസ് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ എല്ലാം നമ്മുടെ മെറ്റീരിയൽ തീർന്നു. അപ്പോൾ ഇനിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നാൽ അവരുടെ കയ്യിലും ഇല്ല, ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിലും ഇല്ല. അവർ വന്നാൽ ഉടനെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഹ്യൂജ് എൻക്വയറി ചെല്ലുന്നുണ്ടാവും. അപ്പോൾ കിട്ടിയാൽ ഉടനെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് കാഞ്ചി കോട്ടൺ സാരി. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞതൊക്കെ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്പർ 1 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്കാണ്. ഈ ചെക്ക് വിട്ടിട്ട് ഒരു കളിയില്ല ഇപ്പോൾ, കാരണം കംപ്ലീറ്റ് ചെക്സിനാണ് എൻക്വയറി വരുന്നത്. ഇത് ചെക്ക് ബോഡി ഫുൾ കണ്ടോ, നല്ല ബ്രൗൺ ഷെയ്ഡിൽ ചെക്സ്, ബോർഡേഴ്സ് ഇതേപോലെ ഒരു സ്പെഷ്യൽ കളർ, അതിൽ ഗോൾഡൻ ആ ഒരു സെറി പോലത്തെ വർക്കാണ്. നല്ല ഭംഗിയാണ്. കുട്ടി ഒരു ടെമ്പിൾ പാറ്റേൺ ഡിസൈനൊക്കെ ഇവിടെ വരുന്നുണ്ട്. എല്ലാത്തിനും റണ്ണിങ് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഉടുത്ത് വരുമ്പോൾ ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ഓണത്തിനൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന സാരിയാണ്. കാരണം ഒരു ട്രഡീഷണൽ വൈബിന് പറ്റിയ സാരിയാണ്. കുറച്ച് പൂവും ഒരു ജുമുക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ടും ഇപ്പോൾ ഓണത്തിൻ്റെ അന്ന് ഉടുക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഇനി ഒരുപാട് പരിപാടികൾ നമുക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഈ കാഞ്ചി കോട്ടൺ ടൈപ്പൊക്കെ സാരീസ് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതേപോലെ സാരി വരുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1600 ആണ്. ഇതേപോലെ പല്ലു വരുന്നത് ഇങ്ങനെ വിത്ത് ടാസലായിട്ടാണ്. ബ്ലൗസ് സെയിം റണ്ണിങ് ആണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓപ്പൺ ആക്കുന്നില്ല കേട്ടോ. ഇതേപോലെ റണ്ണിങ് ബ്ലൗസ് പീസാണ് വരിക. പിന്നെ നിങ്ങൾക്ക് ഈ ബോർഡർ കളറിൻ്റെയൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. റണ്ണിങ് ഇട്ടാൽ സൂപ്പറായിരിക്കും. ഒരു കുഞ്ഞ് ചോക്കറൊക്കെ, അട്ടികൈ അങ്ങനത്തെ ഓർണമെൻ്റൊക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു രക്ഷയുണ്ടാവില്ല. ഇതേപോലെ സാരി വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കണ്ടോ. ഇതേപോലെ വരും. നല്ല ഒരു മീഡിയം വിഡ്ത്തിലുള്ള ബോർഡേഴ്സാണ് കേട്ടോ. റേറ്റ് 1600 ആണ്. അടുത്തത് നമ്പർ 2 ആണ്. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് പ്യുവർ കോട്ടൺ, കാഞ്ചി കോട്ടൺ ആണ്. വിത്ത് നമുക്ക് ഈ കാഞ്ചീപുരം സാരീസിലൊക്കെ കാണുന്ന ആ ഒരു ബോർഡർ പാറ്റേൺ ആണ്. അതാണ് ഈ സാരീനെ ഏറ്റവും ഭംഗിയാക്കുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണവും കേട്ടോ. ഇതേപോലെ വരിക. എപ്പോഴും നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണേ. ഇങ്ങനെയാണ് സാരി. ഇതിൻ്റെ ഒരു കളറൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം ഇതൊരു ഡബിൾ ഷെയ്ഡ്, ഡബിൾ ത്രെഡ് വീവിങ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു യെല്ലോയിഷ് ഗ്രീൻ അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബോർഡേഴ്സ് ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ്. പിന്നെ ഇതെല്ലാം വീവിങ്ങിലാണ് വരുന്നത്. ത്രെഡ് പുള്ളിങ്ങും സ്ക്രാച്ചസൊക്കെ ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് തികച്ചും നോർമലാണ്. അങ്ങനെയാണ് എല്ലാ സാരീസും വരിക. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതാണ് പല്ലു. ഇതേപോലെ വരിക. ബ്ലൗസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ സാരി. ഈ ചെക്ക് വിത്ത് ബുട്ട വരുന്നതിന് 1650 ആണ് വരുന്നത്. ഇതൊരു പല്ലുവിൻ്റെ ഏരിയയിലാണ് ഈ അടുപ്പിച്ചുള്ള ബുട്ട വരുന്നത്. പിന്നെ ഇങ്ങോട്ട് ബോഡിയിൽ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പർ ബോർഡർ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ. ഇവിടെ കണ്ടോ, ഒരു എലിഫൻറ്റ് പാറ്റേണും പീകോക്ക് പാറ്റേണൊക്കെ വരുന്നൊരു ബോർഡറാണ്. വീവിങ് ബോർഡേഴ്സാണ്. നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു സാരി.
റേറ്റ് വരുന്നത് 1650. പിന്നെ എൻക്വയറിയുടെ ടൈമിൽ കറക്റ്റായിട്ട് പറയാം. ഒരു പറഞ്ഞല്ലോ, ഒരു 1500 തൊട്ട് 1650 വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ സാരീസ് വരുന്നത്. പ്ലസ് ഷിപ്പിങ്ങും വരും കേട്ടോ. അപ്പോൾ എൻക്വയറിയുടെ ടൈമിൽ കറക്റ്റ് എമൗണ്ട് പറയാം. അടുത്തത് നമ്പർ 3, നല്ലൊരു മെറൂണിഷ് ടോൺ, ഇതേപോലെ ഗ്രീനിൽ ബോർഡേഴ്സ് ആയിട്ട് വരുന്നത് കണ്ടോ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരി. കണ്ടോ, ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമുക്ക് കുട്ടി കുട്ടി ഫങ്ഷനോ എങ്ങനെ വേണമെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ കോട്ടൺ സാരി കല്യാണത്തിന് വരെ ഉടുത്തു പോകുന്നവരുണ്ട്. കോട്ടൺ അത്രയും കംഫർട്ടബിൾ ആയിട്ട്. അപ്പോൾ ഈ ഒരു കാഞ്ചീപുരം പോലത്തെ ബോർഡറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. കാഞ്ചി കോട്ടൺ സാരീസ് ഫങ്ഷൻ വെയർ ആയിട്ടും ഉടുക്കാൻ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഓഫീസിലൊക്കെ ഒരു ഓണം സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻ്റൊക്കെ ഉണ്ടെങ്കിൽ, ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് നമുക്ക് ഏത് സംഭവത്തിന് വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പണ്ടൊക്കെ നമുക്ക് 30 കഴിഞ്ഞവരൊക്കെ യൂസ് ചെയ്തെങ്കിൽ, ഇപ്പോൾ ഇത് പിള്ളേർ സെറ്റിനാണ് ഏറ്റവും ഇഷ്ടം. അവർക്ക് ഇങ്ങനത്തെ ആ ഒരു ട്രഡീഷണൽ വൈബുള്ള സാരീസ് ഇൻസ്റ്റയിലൊക്കെ റീൽസ് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. അടുത്തതാ നമ്പർ 4 ആണ്. ഇതൊരു ചിക്കു ബേജ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ബോർഡേഴ്സ് നല്ല ഭംഗി, ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ടോൺ പോകുന്നത് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്, അതുകൊണ്ട് തന്നെ ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആക്കണ്ടോ. ഇത് ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്പർ 4 ആണ്. ഇങ്ങനെയാണ് സാരി വരിക കേട്ടോ. കാഞ്ചിക്കോട്ടൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും മാറി മാറി കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വിൻറ്റേജ് ടൈപ്പ് ഓഫ് കാഞ്ചിക്കോട്ടൺ സാരീസ് ആണ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. കുറച്ചധികം നമ്പേഴ്സ് ഉണ്ട്, വേഗം വേഗം കാണിക്കാം. അടുത്തത് നമ്പർ 5 ആണ്. നല്ലൊരു ഗ്രീൻ വിത്ത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. 1600 ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്, ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആണേ. ഇതൊക്കെ ഉടുത്ത് വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരിക കേട്ടോ. അടുത്തത് നമ്പർ 6, നല്ലൊരു ബ്ലൂ വിത്ത് ഇതേപോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഏതെടുക്കേണ്ടത് എന്തായാലും കൺഫ്യൂഷൻ ആവും, കാരണം അത്രയും ഭംഗിയുള്ള സാരീസാണ്. ഇതേപോലെ വരും കണ്ടോ. നല്ല പ്രീമിയം സാരീസിലല്ലേ ഇങ്ങനത്തെ ബോർഡേഴ്സും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കിട്ടുള്ളൂ. അത് ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ്. ബ്ലൗസ് എല്ലാത്തിൻ്റെയും റണ്ണിങ് ആയിട്ടാണ് വരിക കേട്ടോ. അടുത്ത് നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് പറയാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, ഒരു പ്രത്യേക ഷെയ്ഡാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബോർഡേഴ്സ് കണ്ടോ, ഇതേപോലെ ഒരു ബ്ലൂവും ആ ഒരു ബ്രൗൺ ടിൻറ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ വള്ളയറിലിട്ട് സ്റ്റൈൽ ചെയ്യാനാണെങ്കിൽ ഞൊറിഞ്ഞിട്ടാൽ സൂപ്പർബായിരിക്കും. കണ്ടോ, ഇതേപോലെ വരിക. നമ്മൾ ഇതിൻ്റെ മാക്സിമം മൾട്ടിപ്പിൾ പീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിങ്ങനെ കൂടുതലിങ്ങനെ വെറൈറ്റി ആയിട്ട് പല കളർ കോമ്പിനേഷനിൽ പല ബോർഡേഴ്സിൽ അങ്ങനെയായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതന്നെ നീ റീസ്റ്റോക്ക് ചോദിച്ചാൽ നമുക്ക് കിട്ടണം എന്നില്ല എന്ന് പറയുമായിരുന്നു. ഓരോ പ്രാവശ്യം പുതിയ പുതിയ കളർ കോമ്പിനേഷനും പുതിയ സംഭവങ്ങളാണ് കൂടുതൽ വരിക. ചിലപ്പോൾ കിട്ടിയേക്കാം അങ്ങനെ. അപ്പോൾ വേണമെന്നുള്ളവർ ഇതിൽ നിന്ന് തന്നെ മാക്സിമം ഇഷ്ടമായതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ. അടുത്തതാ ഇതേപോലെ കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ബ്രൗണും കോഫി ബ്രൗണും കോമ്പിനേഷൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ല ഭംഗിയാണേ. ഇതേപോലെ ബോർഡേഴ്സ്, ആ ബോർഡേഴ്സും കളർ കോമ്പിനേഷനും തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഉടുക്കുമ്പോൾ ഉള്ള ഒരു സുഖം, ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെയാണ് പല്ലു വിത്ത് ടാസ്. അടുത്തത് നല്ല ഡാർക്ക് ബ്രൗൺ വിത്ത് ഈ ഒരു ബോർഡർ ആയിട്ടാണ് വരിക.
നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെയൊക്കെ എഡ്ജിൽ കണ്ടോ ആ ഒരു വീവിങ്ങിൻ്റെ സംഭവങ്ങൾ അത് എല്ലാത്തിനും കാണും. അത് അങ്ങനെ തന്നെ വരിക, അല്ലാതെ ഡിഫക്റ്റോ ഡാമേജോ ഒന്നും അല്ല. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. സാരി വരിക പ്യുവർ കോട്ടൺ ആണ്. പ്രോപ്പർ വാഷ് കെയർ ഒക്കെ എടുക്കുക, ഓൺ റെസ്പോൺസിബിലിറ്റിയിൽ അതൊക്കെ ചെയ്യുക കേട്ടോ. ഇതാണ് നമ്പർ 9 വരിക. നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിൾ പാറ്റേണും രുദ്രാക്ഷം പാറ്റേണും ഒക്കെ ബോർഡേഴ്സിൽ വരുന്നുണ്ട്. പല്ലു ഇങ്ങനെ നല്ല ഭംഗിയുള്ള മൾട്ടിപ്പിൾ കളർ ബുട്ടാസും വരുന്നുണ്ട്. എടുത്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ സൂപ്പറായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ ഇതും ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ്. ബോർഡേഴ്സ് കണ്ടോ, കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനെയാണ് സാരി വരുന്നത്. അടുത്തതാ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതേപോലെ നമ്പർ 11 ആണ്. ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ബോർഡേഴ്സ്. ഇവിടെ അതിൻ്റെ ഏറ്റവും ലൈറ്റർ ടോൺ ഇതേപോലെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കും. ഈ ഒരു ബോർഡേഴ്സിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല. എല്ലാ സാരീസിൻ്റെയും അതെ കേട്ടോ. ആ ഒരു ബോർഡർ കോമ്പിനേഷൻ വരുമ്പോൾ സൂപ്പർബാണ്. ഇതിന് ടാസിൽ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ടൈലേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് ടാസിൽ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതേപോലെ കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ സാരി. അടുത്തതാ ഇതേപോലെ വരിക, ഗ്രീൻ ആൻഡ് ഒരു പീകോക്ക് ഷെയ്ഡായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതേപോലൊരു ഡിസൈൻ പോലെ വരുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ, നമ്മുടെ ഫേസിലേക്കും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് ഡിസൈൻ. നമ്പർ 13 ആണ്. ഇതേപോലെ കണ്ടോ, ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ. സൂപ്പർബായിട്ടുള്ള സാരിയാണ് കേട്ടോ. അതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 14 ഇതേപോലെ ഗ്രീൻ ആൻഡ് ഒരു വയലറ്റ് പർപ്പിൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു കോമ്പിനേഷൻ. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷൻസ് അല്ല, വളരെ റെയർ ആയിട്ട് വരുന്ന കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിലൊക്കെ ആ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് വീവിങ് വരുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു ബേസ് ഉണ്ടാവുക. ഇത് ഭയങ്കര തിളക്കവും എനിക്കൊന്നും ബേസിന് ഉണ്ടാവില്ല. ഈ ഒരു ബോർഡേഴ്സാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ബാക്കി കോട്ടൺ ആണല്ലോ, കാഞ്ചി കോട്ടൺ ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. പല്ലു ഇതേപോലെ വിത്ത് ടാസിൽ. അടുത്തത് നമ്പർ 15 ആണ്. ഇതേപോലെ നല്ലൊരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വിത്ത് ബ്രൗൺ. ഇത് ഗംഗ ജമുന ബോർഡറാണ്. ഇവിടെ ഒരു മെറൂണിഷ് റെഡ്, ഇവിടെ ഒരു ബ്രിക്ക് ഷെയ്ഡ് മെറൂൺ അങ്ങനത്തെ ഒരു കളറ്, ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ്. അപ്പം അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിനും ഇവിടെ ടാസിൽ ചെയ്യാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പല്ലു. സാരി ഇങ്ങനെ വരും. ഒരു രക്ഷയില്ലാത്ത ഭംഗി കണ്ടോ. ബ്യൂട്ടിഫുൾ സാരി. അടുത്തത് നമ്പർ 16. ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഇങ്ങനത്തെ ഒരു കണ്ടോ ഈ ഒരു കളറാണ്. ബ്ലൂവും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള പോലത്തെ. ബ്ലൂവിൻ്റെ തന്നെ ഒരു ഡസ്റ്റി ഇട്ടോ, ഒരു പ്രത്യേക കോമ്പിനേഷനാണ് കേട്ടോ. അത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും. പിന്നെ ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവിലും ഈ ഒരു ബോർഡേഴ്സൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും. ഈ കംപ്ലീറ്റ് ബുട്ട വരുന്നത് പല്ലുവിൻ്റെ അടുത്തായിട്ടാണ്. ബോഡിയിലോട്ട് വരുന്തോറും ഗ്യാപ്പ് ബുട്ടാസാണ് വരിക കേട്ടോ. പല്ലു ഇങ്ങനെ, ബ്ലൗസ് പീസ് ഇതേപോലെ കേട്ടോ. കണ്ടോ, ഗ്യാപ്പ് ബുട്ട ആണ് വരിക. ബ്ലൗസ് പീസ് റണ്ണിങ് വിത്ത് ബോർഡർ. നമ്പർ 16.
അടുത്തതാ ഇതേപോലെയാണ്, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ബോർഡേഴ്സ് ഇതേപോലെ, ഇതും ഗംഗാ ജമുന ബോർഡറാണ്. ആ ഒരു എന്താ പറയുക, കോയിൻ ബുട്ട വിത്ത് ഒരു ടെമ്പിൾ ബുട്ട, ടെമ്പിൾ വീവിങ് പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വരും. ഇത് ഭംഗിയ, സിമ്പിളാണ്, അതേസമയം എലഗൻ്റ് ആണ്. ഇതേപോലെ പല്ലു. രക്ഷയില്ലാത്ത ഭംഗിയാട്ടോ. ഇത് ബോഡി പ്ലെയിൻ ആണേ. അടുത്തതാ ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ്. ഇത് ബ്ലാക്ക് ആണോന്ന് ചോദിച്ചാൽ ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണോ ചോദിച്ചാൽ ബ്രൗണും അല്ല. ഇത് ഡാർക്ക് ഗ്രീൻ ആൻഡ് മെറൂണിൻ്റെ ആ ഒരു ത്രെഡ് മിക്സ് ആയിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ്. ഡാർക്ക് ഗ്രീനിൻ്റെ ആ ഒരു സംഭവമാണ്, ഒരു ബ്ലാക്ക് പോലെ ബ്രൗൺ പോലെയൊക്കെ തോന്നും. ഇതും ഗംഗാ ജമുന ബോർഡറാണ്. ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ, വെരി റയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പർ ബോർഡർ ഇതേപോലെ വരും. ഇത് 1 ലെയറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂപ്പറായിരിക്കും. അല്ല ഇപ്പം ഞൊറിഞ്ഞൊടുത്താലാണെങ്കിലും സൂപ്പറായിരിക്കും. കണ്ടോ, ആ ഒരു ഗംഗാ ജമുന നല്ലൊരു കളർ കോമ്പിനേഷൻ. പല്ലു ഇങ്ങനെ, ബ്ലൗസ് റണ്ണിങ്. നമുക്ക് ഏത് കളറ് ബോർഡർ വെച്ചിട്ടും ബ്ലൗസ് സ്റ്റൈൽ ചെയ്യാം. അടുത്തത് നമ്പർ 16 ആണ്. ഇതൊരു ജാമുൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു കളറാണ്. പ്ലെയിൻ വിത്ത് ഈ ഒരു ബോർഡർ. സൂപ്പർബാണ്. ബ്രൗൺ ആണോ എന്ന് തോന്നും, ജാമുൻ കളറാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതേപോലെ ബോർഡേഴ്സ്, പല്ലു ഇങ്ങനെ വരും. അടുത്തത് ഒരു ബ്രൈറ്റർ ടോണാണ്. ഇതൊക്കെ പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. ഇതേപോലെ നല്ല ബ്രൈറ്റ് മജന്ത പിങ്ക് ഷെയ്ഡ്, ഒരു റാണി പിങ്ക്, അങ്ങനത്തെ ഒക്കെ നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. ബോർഡേഴ്സ് യെല്ലോയും പർപ്പിൾ വയലറ്റും കൂടിയിട്ട് ഇതേപോലെ കേട്ടോ. പല്ലു ഇങ്ങനെ വരിക വിത്ത് ടാസിലായിട്ട്, ബ്ലൗസ് റണ്ണിങ് ആയിട്ടാണ് വരിക കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. ഇതിപ്പോൾ ഏത് സാരി ആണെങ്കിലും നമ്മളത് സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത ബ്ലൗസൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത്, അതേപോലെ ഓർണമെൻറ്റ്സൊക്കെ നല്ല ചൂസ് ചെയ്തെടുത്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇത് ബ്രൗൺ തന്നെയാണ്, ട്രെൻഡിങ് ഷെയ്ഡാണ്. നമ്പർ 21. ഇതേപോലെ റെറ്റപ്പറ്റ ബോർഡറൊക്കെ ആയിട്ട് 2 സൈഡിലും ഒരു അന്നം രുദ്രാക്ഷം പാറ്റേണിലൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരും. പല്ലു ഇതേപോലെ, ബ്ലൗസ് റണ്ണിങ് ആണ്. എല്ലാത്തിൻ്റെയും റണ്ണിങ് ബ്ലൗസ് പീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു 21 സാരീസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു സജഷനും കൂടെ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ എൻക്വയറിയിൽ പെട്ടെന്ന് അതായത് നമുക്ക് എല്ലാ ദിവസവും അല്ല, ചിലപ്പോഴൊക്കെ നമുക്ക് ഇത്രയും ഹ്യൂജ് മെസ്സേജ് മൊബൈലിലേക്ക് വാട്സപ്പിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫോൺ ഹാങ് ആവാനും നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനും പറ്റാതെ വരും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വെബ്സൈറ്റിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുകയാണ് ഞാൻ. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. അത് പേഴ്സണൽ നമ്മുടെ 83 നമ്മുടെ വാട്സപ്പ് എൻക്വയറി നമ്പറിലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിലാണെങ്കിലും. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ആക്കിയാൽ, കുറേ പേര് വെബ്സൈറ്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. കാരണം അതാവുമ്പോൾ നമുക്കൊരു റിപ്ലൈക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും.
സോൾഡ് ഔട്ട് ആണെങ്കിൽ അതിൽ സോൾഡ് ഔട്ടും കാണിക്കും. ഒരു റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ വെബ്സൈറ്റിനെ കുറിച്ചിട്ട്, നൈനികയുടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അതും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ ഭംഗിയുള്ള കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ഓണം കളക്ഷൻസ് ഒരുപാട് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇതും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.